അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ നമ്മുടെ ഇയർ പിയേഴ്സിംഗ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഈ നമ്മുടെ ഇയർ പിയേഴ്സിംഗ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഓൾറെഡി ചെയ്ത ഇയർ പിയേഴ്സിംഗ് ചെയ്ത വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻസ് വരുന്നുണ്ടായിരുന്നു. അതായത് ചെയ്ത് കഴിഞ്ഞ് 6 months കഴിഞ്ഞ് അല്ലെങ്കിൽ 1 year കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്, അതുപോലെ ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങിയത്, അതുപോലെ എത്ര സമയം എടുത്തു അത് ഹീലാവാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഈ ഒരു പിയേഴ്സിംഗ് ഇല്ലേ, ഇത് ചെയ്ത സമയത്ത് ഞാൻ വലിയ റിസർച്ച് ചെയ്തിട്ടുണ്ടായില്ല. ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഇയർ പിയേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. അതായത് പഴുത്താൽ എന്ത് ചെയ്യും അങ്ങനെയൊന്നുമില്ല. ഈ ഇയർ പിയേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്കിങ്ങനെ കൺഫ്യൂഷൻ വന്നത്, പഴുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ മുറിവെണ്ണ അപ്ലൈ ചെയ്തിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ താഴെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണങ്ങാൻ എത്ര നാളെടുത്തു എന്ന് ഞാൻ കറക്റ്റ് പറയാം. അപ്പം ഞാനൊരു നവംബർ മാസത്തിലാണ് കേട്ടോ ഈ ഒരു ഇയർ പിയേഴ്സിംഗ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ ഡിസംബറിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോരുമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 1 year ആയി ഞാനിത് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ഈ 1, 2 അതുപോലെ 3, 4 ഓക്കെ, ഈ 4 ഹീൽ ചെയ്യാൻ എനിക്ക് ആക്ച്വലി ഒരു 1 month ടൈം കൂട്ടിക്കോളും. 1 month ആണോ, ഒരു 40 days കൂട്ടിക്കോ. 40 days എനിക്ക് മാക്സിമം എടുത്തോളൂ കേട്ടോ. അപ്പം എനിക്കങ്ങനെ പഴുപ്പോ അല്ലെങ്കിൽ നമ്മൾക്കിങ്ങനെ ഒരു പസ്സൊക്കെ വരത്തില്ല, എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ആ കറക്റ്റ് ഒരു 30 to 40 days വരെ എൻ്റെ ഒരു ഈ ഒരു ഭാഗം പതുക്കെ ചുമന്നായിരുന്നു വരുന്നത്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് റോബിൻ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായി ചെറുതായിട്ടൊന്നും ചുമന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്തോ ഒരു കളർ ചേഞ്ച് പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് പഴുത്തൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ ആ സമയത്ത് മുറിവെണ്ണ തേക്കുന്നുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ പോയി കാണുവാണെങ്കിൽ ഈ മുറിവെണ്ണയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടൈം എടുത്തത്, ഞാൻ നാട്ടിൽ പോയി ഗോൾഡിൻ്റെ ഇയറിങ്സ് ഞാൻ വാങ്ങിച്ചിട്ടു. എനിക്ക് 1, 2, 3, 4 ഇതിൽ മാത്രമേ ഗോൾഡ് ഇയറിങ്സ് എനിക്ക് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ ഈ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടൈപ്പ് എല്ലാണല്ലോ. അപ്പം നമുക്ക് ഫ്ലഷിൽ നമ്മൾ ഒരു വൂണ്ട് വരുന്നതും നമ്മുടെ എല്ലിൻ്റെ ഏരിയയിൽ വൂണ്ട് വരുന്നതും ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നിങ്ങൾ ബ്ലഡ് ഷുഗർ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ട് ബ്ലഡ് ഷുഗർ ഉണ്ട്, നിങ്ങളൊന്നും കാർട്ടിലേജ് ചെയ്യാതിരിക്കുന്നത് പറ്റും. കാരണം ഉണങ്ങാൻ ഒരുപാട് സമയം എടുക്കും. അതുപോലെ ഈ ഉണങ്ങാൻ താമസമുള്ള ആൾക്കാരില്ലേ, അതായത് നമ്മുടെ ഇപ്പം എന്തെങ്കിലും നമുക്കൊരു മുറിവ് പറ്റി നമ്മുടെ ബോഡി ഹീലാവാൻ ടൈം എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഹീലാവാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതിന് പോവാതിരിക്കുന്നതാണ് ബെറ്റർ. എന്നെ സംബന്ധിച്ച് എനിക്കത് മുറിവൊക്കെ ഉണ്ടാക്കി ഞാൻ പെട്ടെന്ന് കരിയുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് മാർക്സ് ഒന്നും വരാത്ത കൂട്ടത്തിലാണ്. അപ്പോൾ ഈ കാർട്ടിലേജ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉണങ്ങാൻ ഒരു 6 to 7 months എടുത്തു കേട്ടോ. കാർട്ടിലേജിൽ അടിച്ച് ഉണങ്ങാൻ 6 to 7 months എടുത്തു. അതെങ്ങനെയാണ് ഇത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ പോയപ്പം ഞാൻ 2 ഇയറിങ്സ് വാങ്ങിച്ചിട്ടുണ്ടായി. അതായത് എനിക്ക് ഇവിടെയും ഈ ബാക്കി നമ്മുടെ ഈ പിയേഴ്സിങ്സിലൊക്കെ ഇടാനായിട്ട് ഞാൻ ഈ നമ്മുടെ കമ്മൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായി. പക്ഷെ എനിക്കതൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല, എസ്പെഷ്യലി എൻ്റെ കാർട്ടിലേജിൽ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ വാങ്ങിച്ച കമ്മൽ ഇടാനായിട്ട് ഞാനൊരു 7 months വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ അത്രയും താമസിച്ചാണ് എൻ്റെ കമ്മലുകൾ ചേഞ്ച് ആയത്. ആക്ച്വലി ഡോക്ടേഴ്സ് പറയുന്നത് 6 to 1 year ആണ്, 6 months to 1 year ആണ് ഉണങ്ങാൻ. അത് കറക്റ്റാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് മുറിവ് ഉണങ്ങുന്ന കൂട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് മുറിവ് അങ്ങനെ പഴുക്കാത്തൊരു ബോഡിയാണ്, അത് കറക്റ്റാണ്. അപ്പോൾ എനിക്ക് കറക്റ്റ് 6 months എടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഹീലാവുന്ന ആൾക്കാരില്ലേ വൂൺസൊക്കെ, അവർക്ക് 6 months കുറേ താമസം എടുക്കുന്ന ആൾക്കാരില്ല, അവർക്ക് 1 year ഒക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ ഈ കമ്മൽ ഞാൻ ഇയർ പിയേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞ് മസ്കറ്റിൽ തന്നെ നമ്മുടെ കുറേ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേര് ഈ ഇയർ പിയേഴ്സിംഗ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരുപാട് പേർക്ക് അത് പഴുത്തു, അവർക്കത് ഹീലായില്ല, അവർ ഊരിക്കളഞ്ഞു, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, അശ്വതി ചെയ്ത് കണ്ടിട്ട് ഞങ്ങൾ ചെയ്തിരുന്നു പക്ഷെ ഉണങ്ങിയില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചത്. അപ്പം പലർക്കും ഈ പറയും പോലെ ഉണങ്ങാത്തതും കാർട്ടിലേജൊക്കെ ആയിരുന്നു കൂടുതൽ പ്രശ്നം.
അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 6 to 7 months എടുത്തു. അപ്പോൾ ഞാൻ ഈ കാർട്ടിലേജിലും എനിക്ക് കമൻസ് വന്നിട്ടുണ്ടായി കാർട്ടിലേജിൽ ഉണങ്ങാൻ എന്താ ചെയ്യാന്ന്. ഞാൻ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഓയിൻമെൻ്റ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല, കാരണം എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായില്ല. അപ്പോഴും ഞാൻ ഈ മുറിവെണ്ണയും തന്നെ പറ്റും. ഞാൻ ഉപ്പുവെള്ളം ട്രൈ ചെയ്തിട്ടുണ്ടായി, പക്ഷേ എനിക്ക് ഉപ്പുവെള്ളം കൊണ്ട് എനിക്ക് വലിയ പ്രയോജനം തോന്നിയില്ല. ഇനീഷ്യൽ ടൈമിൽ ഞാൻ അത് ഇട്ടിരുന്നു. ഇനിയിപ്പോൾ ഉപ്പുവെള്ളം ഇട്ടതുകൊണ്ടായിരിക്കും എനിക്ക് ഇനീഷ്യലി പഴുക്കാത്തത്. പക്ഷേ ഉപ്പുവെള്ളം ഇട്ട സമയത്ത് എനിക്ക് ചെറിയ സ്വെല്ലിംഗ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫസ്റ്റ് ഒരു 1 week കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞാണ് ഞാൻ ഈ മുറിവെണ്ണയിലേക്ക് ചാടിയത്. ഈ മുറിവെണ്ണ എന്ന് പറയുന്നത് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എൻ്റെ മമ്മിയാണ്. ഒരുപാട് കുഞ്ഞിലെ തന്നെ എന്തെങ്കിലും പൊള്ളലോ മുറിവോ ഒക്കെ ഉള്ളപ്പോൾ വീട്ടിൽ മുറിവെണ്ണ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ആ മുറിവെണ്ണയാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഞാനത് പറ്റിയത്. കാരണം എനിക്ക് മുറിവെണ്ണ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഉണങ്ങുന്നൊരു ബോഡി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. അപ്പം അങ്ങനെയാണ് ഞാൻ മുറിവെണ്ണ പറ്റിയത്. അപ്പം എൻ്റെ വീഡിയോയുടെ താഴത്തൊരു 2-3 കമൻസ് ഞാൻ ഓൾറെഡി കണ്ടു. മുറിവെണ്ണ ചേച്ചി മുറിവെണ്ണ തേച്ചപ്പോൾ ഈ കാത് കുത്തിയതിൻ്റെ ആ ഒരു വൂണ്ട് ഹീലായി എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു പക്ഷേ എന്നെ പോലെ എല്ലാവർക്കും തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം നിങ്ങളും ഇനിയിപ്പം കുത്താൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ മുറിവെണ്ണ വാങ്ങിച്ച് ട്രൈ ചെയ്യൂ കേട്ടോ. പിന്നെ ഉള്ളൊരു കാര്യം ഞാൻ പറയാം. ഞാൻ ഈ കാർട്ടിലേജ് കുത്തിയില്ലേ, ഈ കാർട്ടിലേജ് കുത്തിക്കഴിഞ്ഞ് എനിക്കൊരു 1.5 ദിവസം, ശരിക്കും പറഞ്ഞാൽ ഞാൻ കൗണ്ട് ചെയ്തിട്ടുണ്ട്, 1.5 ദിവസം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. കാർട്ടിലേജ് കുത്തി വീട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു അരമണിക്കൂറിനകത്തേക്ക് ഹെഡ് ഏക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അന്ന് വൈകുന്നേരവും പിറ്റേ ദിവസം രാവിലെയും ആ ഒരു കറക്റ്റ് 2 ദിവസം ഞാൻ ശരിക്കും പറഞ്ഞാൽ തലവേദനയുടെ ഗുളിക എടുത്തിട്ടാണ് കിടന്നുറങ്ങിയത്. ഒരു പക്ഷേ ഇതൊന്നും ഞാൻ കുറേ യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിത് കണ്ടിട്ടുണ്ടായില്ല. ഇനിയിപ്പം ആൾക്കാർ ഡീമോട്ടിവേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. പക്ഷേ ഞാനൊരു കറക്റ്റ് 2 ദിവസത്തേക്ക് ഞാൻ ശരിക്കും തലവേദനയുടെ ഗുളിക എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് നല്ല തലവേദനയായിരുന്നു. ടിങ് 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 അടിക്കുന്ന ഹെഡേക്ക്. കാരണം ഇതൊരു എല്ലല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ചെവിയിൽ അടിക്കുന്നത് നമുക്ക് ചെറിയ ഹെഡേക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എനിക്ക് 2 ദിവസം നന്നായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ സഹിക്കാൻ തയ്യാറാവണം. നല്ല രീതിയിൽ ഹെഡേക്ക് ഉണ്ടായിരുന്നു, ചെറിയ ഹെഡേക്കല്ല, നല്ല രീതിയിൽ ഹെഡേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 ദിവസം ഞാൻ തലവേദനയുടെ ഗുളിക എടുത്തിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ ഇനീഷ്യലി ഞാൻ ഉപ്പുവെള്ളം ഇട്ടുകൊണ്ടിരുന്നേ. അത് കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞാൽ മുറിവെണ്ണ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു മാസത്തേക്ക് ഞാനിങ്ങനെ സൈഡ് ചെരിഞ്ഞ് കിടന്നിട്ടുണ്ടായില്ല കേട്ടോ. കാരണം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു തട്ടുമ്പോൾ. അപ്പം ഒരു മാസത്തേക്ക്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസത്തേക്ക് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് കിടന്നാണ് ഉറങ്ങിയത് കേട്ടോ. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ എന്താ പറയുക, നമുക്ക് പില്ലോയിൽ തട്ടും. അതുപോലെ മറ്റേ നമ്മുടെ ഫസ്റ്റ് ഇടുമ്പോൾ നമ്മുടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള റിങ് അല്ലേ ഇടുന്നത്. അപ്പം അതും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ അറ്റം ഷാർപ്പല്ലേ, അപ്പോൾ അതിൻ്റെ അറ്റം നമുക്ക് ഇവിടെ ഇതിങ്ങനെ പതിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് നമുക്ക് നമ്മുടെ ഇവിടെ കുത്തും. അപ്പം അങ്ങനെ പ്രശ്നം. അത് കൂടാണ്ട് താങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പഴുക്കുമെന്നുള്ള ടെൻഷൻ. അപ്പം ആ സമയത്ത് എനിക്ക് മോനുണ്ടല്ലോ, അപ്പം എനിക്ക് ആ സമയത്ത് അവന് 2 വയസ്സായിരുന്നു. എനിക്കറിയത്തില്ല, അവൻ എന്ത് കാണിച്ചാലും ലാസ്റ്റ് എൻ്റെ ചെവിയുടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൊടും. അവൻ അപ്പുറത്തുനിന്ന് കളിച്ചിട്ട് അവന് ടോയ് വന്ന്, അത് ഞാൻ കാത് കുത്തി ഒരു 2-2.5 വീക്ക് കഴിഞ്ഞ് അവൻ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത്, 2.5 അല്ല, ഒരു 1-2 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചെത്തി കഴിഞ്ഞിട്ടാണ്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു പക്ഷേ ഇത് ഹീലാവാൻ സമയം എടുത്തതും എനിക്ക് തോന്നുന്നു അവൻ കളിക്കുമ്പോഴും. അവൻ ഞാൻ ഉറക്കുന്നത് ഈ സൈഡിൽ, അപ്പോൾ എനിക്ക് ഈ സൈഡിലായിരുന്നു എപ്പോഴും കുറച്ച് റെഡ്നെസ് ഒക്കെ വരുന്നത്. കാരണം അവൻ എപ്പോഴും ഉറക്കുന്നത് ഈ സൈഡിലായിരുന്നു. അപ്പോൾ അവൻ്റെ തലയും ചെവിയൊക്കെ തട്ടി എനിക്ക് ഇവിടെ വേദന ഉണ്ടാവാറുണ്ടായി. അപ്പം കുട്ടികളുള്ള ആൾക്കാരൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം പിള്ളേർ നമ്മൾ എടുക്കും, തോളത്ത് വയ്ക്കും, ചിലപ്പോൾ അവിടെ കൈയും കാലൊക്കെ കൊണ്ടുവന്നിരിക്കും. അതൊക്കെ കുറച്ച് ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു ചാൻസിലേക്കുള്ളൊരു വേ ആണ് ആക്ച്വലി. പിന്നെ ഞാൻ പറയും പോലെ അവൻ എവിടെ നിന്ന് കളിച്ചാലും അവന് ടോയ്, അതായത് ഞാൻ അവൻ്റെ ഏരിയയിലേ ഇല്ല, അവൻ്റെ ടോയ് അവിടെ നിന്ന് പറന്ന് വന്ന് എൻ്റെ ഇവിടെ ചെവിയിൽ അടിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് എക്സ്ട്രീംലി പെയിൻഫുൾ സത്യം പറഞ്ഞാൽ. ഈ കാതൊക്കെ കുത്തിയിരിക്കുമ്പോൾ സ്പെഷ്യലി നമ്മുടെ കാർട്ടിലേജ് എന്തെങ്കിലും വന്ന് മുട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് വേദനയൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അതിനൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് കാത് കുത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഉണങ്ങാൻ ഇത്ര സമയമാണ് എടുത്തത്. ബട്ട് ഇറ്റ്സ് നൈസ്. കാരണം ഇപ്പം എന്നെ കാണുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എവിടെന്നാ ചെയ്തത്, എന്നാ ചെയ്തത്. ആൻഡ് ഐ ഗെറ്റ് കോംപ്ലിമെൻറ്റ്സ്, നല്ല ഭംഗി കിട്ടുന്നത്. അപ്പം ഈ റിങ് ഇട്ട് ഇവിടെയൊക്കെ ഞാൻ റിങ് ഇട്ടിട്ടുണ്ടായി, പക്ഷെ എനിക്ക് ഇട്ട് കിടക്കാൻ പറ്റില്ല. ഒരു ദിവസം കിടന്നു കഴിഞ്ഞാൽ റിങ് അല്ലേ, അതിങ്ങനെ വലിഞ്ഞ് നമുക്ക് ഇവിടെയൊക്കെ വേദന എടുക്കും. പക്ഷെ പഴുക്കൊന്നുമില്ല കേട്ടോ. ഈ റിങ് ഞാൻ അതാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷെ പുറത്ത് ഞാൻ ഡേ ടൈമിൽ ചിലപ്പോൾ എങ്ങോട്ടും പോവുകയാണെങ്കിൽ റിങ് മാറ്റിയിടാറുണ്ട്. രാത്രി വന്നിട്ട് ഞാൻ അന്ന് തന്നെ തിരിച്ചിടാറുണ്ട്. എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിക്ക് ഒരു പ്രശ്നമുണ്ട്. ഞാൻ 2 ദിവസം കമ്മൽ ഊരി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സൈഡ്, ഈ സൈഡോ ഏതോ ഒരു സൈഡ് പെട്ടെന്ന് അടയുന്നൊരു ബോഡിയാണ് എൻ്റെ കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് റിങ്ങൊക്കെ ഇട്ട് കഴിഞ്ഞ് വന്നാലും ഞാൻ രാത്രി ഇട്ട് കിടക്കാറില്ല. രാത്രി ഞാൻ ഈ കമ്മൽ മാറ്റിയിട്ടിട്ട് മാത്രമേ കിടക്കാറുള്ളൂ. കാരണം നെക്സ്റ്റ് ചിലപ്പോൾ എനിക്ക് കാത് ഒന്ന് ക്ലോസ് ആയിട്ടാവും. അതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച്. എനിക്ക് എൻ്റെ ഈ കാതുകുത്തി വീഡിയോസിനൊക്കെ ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസിന് കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ. അപ്പോൾ ഇനിയും കാണാം. ഓക്കെ, ബൈ.